ജോലി കഴിഞ്ഞ് വന്നതേ എല്ലാം അലങ്കോലമാക്കിയിട്ടിട്ടുണ്ട്. ക്യാമറ ചാർജ് ചെയ്യാൻ വെച്ചു, പ്രീ വർക്കൗട്ട് കഴിച്ചു. പ്രീ വർക്കൗട്ട് ക്യാപ്സ്യൂളിൻ്റെ കാര്യമല്ല, ഐ മീൻ സപ്ലിമെൻ്റ് അല്ല, പ്രീ വർക്കൗട്ട് ഫുഡ് കഴിച്ചു. അപ്പം ഫുഡായിട്ട് കഴിച്ചത് സാൽമൺ ആൻഡ് റൈസ്. ഇനി നമുക്ക് പ്രീ വർക്കൗട്ടായിട്ട് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മൈ പ്രോട്ടീൻ്റെ ഒരു ക്യാപ്സ്യൂളുണ്ട്. അതിൽ മറ്റേ എല്ലാർജിനിൻ അങ്ങനത്തെ സാധനങ്ങൾ പ്രീ വർക്കൗട്ട് ക്യാപ്സ്യൂൾ ഫോമിലാണ് വന്നിരിക്കുന്നത്. പൗഡേർഡ് ഇച്ചിരി കൂടി വിലയായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാപ്സ്യൂൾ ഫോമിൽ മേടിച്ചു. അപ്പോൾ അതെടുക്കാനുണ്ട്. കോമ്പറ്റീഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്കറിയാം ഞാൻ ഇപ്രാവശ്യം ചെസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഇതിലാണ് ഒരു പ്രോഗ്രാം ആരംഭിച്ചുകൊണ്ടിരുന്നത്. ചെസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് കയറി വരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം കോമ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് നവംബർ ആ ഒരു ടൈമിലത്തേക്ക് WNBF എന്ന് പറയുന്ന ഓർഗനൈസേഷന് വേണ്ടിയായിരുന്നു. പക്ഷേ നവംബറിലാണ് എൻ്റെ വിസ ഇവിടെ തീരുന്നത്, UK വിസ തീരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിലത്തേക്ക് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ട് നവംബർ ആകുമ്പോഴത്തേക്കും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ പ്രെപ്പ് ചെയ്തതും വേസ്റ്റ് ആകും, എനിക്ക് നാട്ടിൽ പോകേണ്ടിയും വരും. അപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ മാറ്റി വെച്ചത്. ഇനി ആ ടൈമിൽ വിസ തീർന്ന് നാട്ടിൽ പോകേണ്ടി വന്നാൽ, അപ്പോൾ ഇവിടുന്ന് കുറച്ച് എക്സ്പെൻസ് ഉണ്ട് എനിക്ക് നാട്ടിലെല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും നാട്ടിൽ പോകേണ്ടി വന്നാൽ. അപ്പം അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് അന്നേരം തന്നെ കോമ്പറ്റീഷൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അപ്പോഴും അത് പോസിബിൾ അല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ വരുന്ന ജൂണിൽ 6 7 തീയതി എങ്ങാണ്ട് ആ ടൈം ആകുമ്പോഴത്തേക്കും ഇതുവരെ ഇറങ്ങാത്തവർക്ക്, ഫസ്റ്റ് ടൈമേഴ്സിന് വേണ്ടി, ആദ്യമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി WNBF ഒരുക്കിയേക്കുന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് 2 എണ്ണത്തിൽ ഇറങ്ങാൻ പറ്റും. മെൻസ് ഫിസിക്കിൽ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മെൻസ് ഫിസിക്കും ബോഡി ബിൽഡിങ്ങുമാണ്. അപ്പോൾ ക്ലാസിക് ആയിരിക്കണം അത്, ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത് 2 എണ്ണം ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ പ്രസൻ്റ്ലി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാണാം ബോഡി അത്യാവശ്യം ലീനാണ്, പക്ഷേ ഭയങ്കര ലീനല്ല. ഈവൻ ഇതുണ്ടോ, വയറുണ്ടോ? ഞാനിപ്പം ഇങ്ങനെ ടൈറ്റ് ആക്കിയാൽ എനിക്കിവിടെ ആബ്സ് വിസിബിളാണ്, പക്ഷേ ഇതിന് മുകളിൽ ഇങ്ങനെ ലെയറിൽ ഫാറ്റുണ്ട്. ഇത് ഭയങ്കര ഫാറ്റൊന്നുമല്ല, അത്യാവശ്യം നോർമലാണ്. ഓക്കെ, അപ്പം രോമമൊക്കെ മാറ്റി കഴിയുമ്പം കുറേയൊക്കെ തന്നെ ആബ്സ് നല്ല രീതിയിൽ വിസിബിൾ ആകും. പിന്നെ എനിക്കിത് ഇച്ചിരിയും കൂടി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ച് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഇച്ചിരിയും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ആബ്സ് തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ ഇടയ്ക്ക് അതൊന്നും ചെയ്തിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ബൾക്കിങ് ആ സൈസ് കയറിക്കൊണ്ടിരുന്ന ആ പോയിൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം വീണ്ടും പോയി. അപ്പം ഇനി നമുക്ക് ടൈം അധികമില്ല, 3 മാസം, കറക്റ്റ് 3 മാസം ടൈം. ഇതിനിടയ്ക്ക് എനിക്ക് മസിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ടൈമില്ല. ഉള്ളത് മാക്സിമം പെർഫെക്ഷനിൽ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഗോള്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 3 മാസത്തിൽ എനിക്ക് വർക്കൗട്ടിനാണ് എനിക്ക് ആദ്യം ചേഞ്ചസ് വരുത്തേണ്ടിയിരുന്നത്. അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ചെയ്തത് ഒരു സൂപ്പർ സെറ്റുകളാണ് മിക്ക വർക്കൗട്ടുകളും. അപ്പം കൂടുതൽ സമയം വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ മാക്സിമം ഫോമിൽ പെട്ടെന്ന് തീർക്കുക എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ വലിയ റെസ്റ്റ് ടൈം നേരത്തെ കൊടുത്തിരുന്ന പോലെ 2 to 3 മിനിറ്റ്സ് അങ്ങനെ വലിയ റെസ്റ്റ് ടൈമുകളില്ല. ഒരു രീതി പറയുകയാണെങ്കിൽ ബോഡി എക്സോസ്റ്റ് ചെയ്യുകയാണ്, മാക്സിമം എനർജി ബോഡി തന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഫുഡിൽ ഞാൻ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല, 3500 തന്നെയാണ്. പെട്ടെന്നുള്ള ഡ്രോപ്പ് ഒരിക്കലും ബോഡി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് 3 മാസത്തിൽ ഒത്തിരി വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ഈ സെയിം സൈസിൽ മാക്സിമം ഫാറ്റ് കളയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോള്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 3500 തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. 3500 കാലറിയിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു വെയിറ്റ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിൽ. അതിപ്പം വർക്കൗട്ട് ഇൻറ്റൻസിറ്റി കൂടിയോണ്ടായിരിക്കണം. അപ്പോൾ പയ്യെ ഈ സെയിം കാലറി തന്നെ നിൽക്കുന്തോറും വർക്കൗട്ട് ഇൻറ്റൻസിറ്റി കൂടിയതുകൊണ്ട് പയ്യെ ഡ്രോപ്പായി പൊക്കോളും. വെയിറ്റോ ഫാറ്റോ ഏതാണേലും അങ്ങനെ പൊക്കോട്ടെ, 3500 തന്നെ പോട്ടെ. ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ആകുമ്പം അത് പോരാ എന്ന് എനിക്ക് തോന്നിയാൽ മാത്രം ഞാൻ ഇച്ചിരിയും കൂടി കട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം പീരീഡാണ്, അതായത് പറഞ്ഞ് ഈ 3 മാസം ടൈം പീരീഡ്. ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ടേ ഉള്ളൂ, ഞാൻ പറഞ്ഞു ജൂൺ 6 ആ ഒരു ടൈം പീരീഡത്തേക്കാണ്. പക്ഷേ ഏപ്രിൽ മെയ് ലാസ്റ്റ് ആകുമ്പോൾ, മെയ് ഏറ്റവും അവസാനത്തെ ഇതാകുമ്പോഴത്തേക്കും, ഏറ്റവും അവസാനത്തെ ദിവസം നമ്മൾ ഈ വർക്കൗട്ട് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് 6-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ, ഇപ്പം 1 to 5 ഉണ്ടല്ലോ, 1-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ പോയിട്ട് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്യും. 1-2 വർക്കൗട്ടേ കാണുകയുള്ളൂ. എന്നിട്ട് ആ ഒരു ടൈം പീരീഡത്തേക്കായിരിക്കും ഞാൻ കാർബ് ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാർബ് സൈക്ലിംഗ് ആയിരിക്കും ആദ്യം, എന്നിട്ട് ഞാൻ ഫൈനലി ഉള്ള 2-3 ദിവസം അന്നായിരിക്കും കാർബ് ലോഡ് ചെയ്യുന്നത്. ഫൈനൽ ഡേയിൽ കാർബ് ലോഡ് ചെയ്യാൻ നേരം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ എൻ്റെ മസിലുകൾ എന്നും നല്ല പമ്പ് കിട്ടിക്കൊണ്ടിരുന്നു, എന്നും നല്ല രീതിയിൽ കാർബ് ഉള്ളിൽ ചെന്നുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാതിരുന്ന് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മസിൽ റെഡിയാണ്, എപ്പോൾ വരുന്നോ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിൽ റെഡി ആക്കിക്കൊണ്ട് നിർത്തി കോമ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കുറച്ച് കാർബും കൊടുക്കണം, എന്നിട്ട് ബാക്ക് സ്റ്റേജിൽ പമ്പും കൊടുക്കണം. അന്നേരം ഇതെല്ലാം ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ഇൻഫ്ലേറ്റ് ആവും.
നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സൈസ് ഫുള്ള് ആ ഷ്രെഡഡ് ഫോമിൽ സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കോമ്പറ്റീഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇതൊരു രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കി ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്കനും തന്നെ ഉണ്ടല്ലോ ജിമ്മിൽ ഫെയിലാകുന്നതിൻ്റെ ഒരു റീസൺ, അതായത് നാച്ചുറലി അവരെ കൊണ്ട് ഒരു നല്ല ഫിസിക്ക് ഉണ്ടാക്കാൻ പോസിബിൾ അല്ലാത്തൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം കാര്യം, അതായത് നമ്മളൊരു ഡയറ്റ് ഇട്ടു അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് പാറ്റേൺ ഇട്ടു, ഈ ഒരു സെയിം കാര്യം നമ്മളെ കൊണ്ട് റിപ്പീറ്റഡ്ലി എത്ര നാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസിസ്റ്റൻസിയുടെ ഒരു ഗെയിമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു ഡേ പോകുന്നത്, ഞാൻ എണീക്കുന്ന 6 മണിക്ക്. ഇപ്പോൾ രാവിലത്തെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി ജോലി സ്ഥലത്ത് ചെല്ലും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുടിക്കേണ്ട വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉച്ച ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേക്കും ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഷേക്ക് കുടിക്കും. തിരിച്ച് വന്നിട്ട് ഞാനിപ്പോൾ ആണ്ട് പ്രീ വർക്കൗട്ട് എടുത്തു. കറക്റ്റ് 5:30 ആകുമ്പോൾ ഞാൻ വർക്കൗട്ട് തുടങ്ങും. 6:30 7:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എൻ്റെ വർക്കൗട്ട് തീരും. തിരിച്ച് വന്ന് ലാസ്റ്റ് മീൽ കഴിക്കും. 8 മണിയാകുമ്പോൾ കഴിക്കും. 8 മണിയാകുമ്പോൾ കഴിച്ചിട്ട് 8:30 ആകുമ്പോൾ കഴിച്ച് തീർത്ത് കഴിഞ്ഞാൽ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് 9 9:30 ആകുമ്പം കിടന്നുറങ്ങും. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഈ പാറ്റേൺ എന്നും ഫോളോ ചെയ്യുകയാണ്. ഒരു ദിവസമല്ല, എന്നും ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാളത്തേക്ക് മിക്കർക്കും തന്നെ ഫോളോ ചെയ്യാൻ പാടാണ്. അല്ലെങ്കിൽ മിക്കരും ഫോളോ ചെയ്യത്തില്ല. ചിലപ്പോൾ നിങ്ങളൊരു ദിവസം റീൽസ് കണ്ട് രാത്രിയിലെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ അതിൽ സിനിമ കണ്ട് രാത്രി ഫുള്ളും കളയും, അല്ലെങ്കിൽ കൂട്ടുകാരോടെ പുറത്ത് പോയി ഒത്തിരി സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ അന്ന് ക്ഷീണമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ കുറച്ചുറങ്ങി എണീറ്റു. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചോളം മാക്സിമം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് മെയിനായിട്ട് മസിൽ ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ചില ഫുഡുകൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്ലീൻ ഒരു ലുക്കാണെങ്കിൽ ചില ഫുഡുകൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമുക്കൊത്തിരി സമയമുണ്ട്, നമ്മളായിട്ട് തന്നെ ഒത്തിരി സമയങ്ങൾ കളയുന്നതാണ് ശരിക്കും. ഇപ്പം ഞാനിപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വേണേൽ കട്ടിലേക്ക് കിടന്ന് കുറേ നേരം ഫോണും നോക്കി അവിടെ കിടക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഗോളുണ്ട്. എനിക്കറിയാം എനിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇനി അടിപൊളി ഒരു ഫിസിക്ക് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പീക്ക് പെർഫെക്ഷൻ എത്തുന്നിടം വരെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ അത്രയ്ക്ക് ഡിറ്റർമിൻ്റ് ആണെങ്കിൽ നമ്മളത് വിട്ടുകൊടുക്കത്തില്ല. നിങ്ങൾക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് മിക്കർക്കും പോസിബിൾ ആകാതെ വരുന്നത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളിത് ചെയ്യുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുറേ പേര് വന്നിട്ട് ഇതൊരിക്കലും പോസിബിൾ അല്ല, നാച്ചുറലി അങ്ങനെ പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. അപ്പോൾ ഒരാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പോസിബിളാണ്. എൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇത്ര സമയം എടുത്താൽ ചെയ്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള പോലെ റിസോഴ്സസുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് യൂട്യൂബിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനെ മേടിക്കാൻ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞു തരാൻ ഒത്തിരി ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി പെട്ടെന്ന് തന്നെ പഠിച്ചേനെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഞാൻ തന്നെ മണ്ടത്തരം കാണിച്ച് തെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ പഠിച്ച് അങ്ങനെയാണ് വന്നത്. അപ്പോൾ ജിമ്മെത്തി, ഇതാ നോക്കൂ, ജിമ്മെത്തി. ഇനി കൊടും ക്രൂരമായൊരു വർക്കൗട്ടിലേക്കാണ് നമ്മൾ യാത്രയാകുന്നത്. മിക്കതും തന്നെ സൂപ്പർ സെറ്റാണ്. അതും ലെഗാണ് കൂടുതലും ഇന്ന്. പാവ മനുഷ്യൻ നമുക്ക് വേണ്ടി വണ്ടി നിർത്തി തന്നു. പക്ഷേ എനിക്ക് പുള്ളിയോട് പുറകെ വണ്ടി പുള്ളിക്കുണ്ടായിരുന്നത് കൊണ്ട് കയറി പൊക്കോളാൻ ഞാൻ പറയേണ്ടി വന്നു. നമ്മളങ്ങനെ ജിമ്മിലെത്തി. ഇതാണ് എൻ്റെ അരിമ ശിഷ്യൻ. ചത്ത് അങ്ങനെ അവിടെ ഇരിക്കാത്തെ, അങ്ങനെ വരേണ്ടതല്ലല്ലോ, അല്ലേ? വേണ്ട, അവിടെ ഇരിക്കട്ടെ. അത് നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. ഉണ്ട്, അത് ബാക്കിനുമാണ് ഹാംസ്ട്രിങ്ങിനുമാണ്. അത് രണ്ടും നമ്മൾ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. പുള്ളിയും എൻ്റെ കൂടെ ചെയ്യുകയാണ്. അപ്പം ഞാൻ എന്നാണേലും ഫാറ്റ് ലോസ് തുടങ്ങിയതുകൊണ്ട് പുള്ളിയും ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് ലോസുമായിട്ട് വന്നതാണ്.
അതുകൊണ്ടിനി പുള്ളിയും ഈ പ്ലാനിലെ ഒരു അംഗമായി കോമ്പീറ്റ് ചെയ്യുന്ന ഫിസിക്കാക്കി കൊടുക്കും ഞാൻ. നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് പുള്ളി നീൻ എന്ന് പറയും. ഈ സാധനം പണ്ട് ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കിടന്നിട്ട് ഈ ഒരു ഫോമില്ലേ നമ്മൾ കാലിന് വയറിന് ചെയ്യുന്നത്, ആ സാധനം കിടന്നിട്ട് ഇത് വെയിറ്റ് ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ആബ്സും ആക്ടിവേറ്റ് ആകും, ഒന്ന് അപ്പർ തൈസും വർക്കാകും. എന്താ ശിഷ്യ പേടിച്ച് നിൽക്കുന്നേ? കേറ്. ഓക്കെ, ഒരു 4-5 സെറ്റ് അങ്ങോട്ട് അഴിഞ്ഞു പോടാ. ഞാൻ എന്നോട് തന്നെ പണ്ടറടങ്ങാണ്ട് ചൂടങ്ങേണ്ട സമയം ഇല്ലേ ഉണ്ടോന്ന്. അപ്പോൾ നിങ്ങളുടെ കാണുന്ന പോലെ നമുക്ക് എത്ര സെറ്റുണ്ട് റെപ്പറ്റീഷൻസ് വെച്ച് പറയാം. ഒരെണ്ണം 30 റെപ്പറ്റീഷനാണ്, പിന്നെ ഉള്ളത് 25, 20, അങ്ങനെ കുറഞ്ഞ് 15 റെപ്പറ്റീഷൻ വരുന്നിടം വരെ. നല്ല ഇൻറ്റൻസാണ്. അപ്പർ തൈസും ആപ്സും നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകും. ഇത്ര സ്പീഡിൽ പോകുന്നത് നമുക്ക് ഒത്തിരി സ്ലോയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പോയിൻ്റ് എഴുതിയേക്കും നമ്മുടെ നീയും കൂടെ ആക്ടിവേറ്റ് ആകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അയ്യ ഓക്കെ. മൂന്ന്, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. അമ്മേ അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറ, ഒപ്പീനിയൻ പറ. ആദ്യത്തെ ആബ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ട്? ചത്ത് നെഞ്ചൊക്കെ വിലങ്ങുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ലെഗ് റൈസ്, അതായത് കിടന്നിട്ട് മറ്റേ ബെഞ്ചിൽ കിടന്ന് നമ്മൾ മറ്റേ ഇതില്ലേ നമ്മുടെ കാലിങ്ങനെ പൊക്കിങ്ങനെ പയ്യത്താത്തി ആ സാധനം, അത് കഴിഞ്ഞിട്ട് തറയിൽ കിടന്ന് ക്രഞ്ച്, ഹാഫ് ക്രഞ്ചാണ്, ഫുള്ള് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ടല്ല, നമ്മൾ ഫുള്ള് ക്രഞ്ച് ചെയ്യാൻ നേരം നമ്മൾ ഫുൾ ആബ്സാണ് ഇങ്ങനെ മേട് വരെ ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ നേരം നമുക്ക് ഓൾറെഡി ലോവർ ആബ്സ് സ്ട്രോങ് ആകും. നമ്മൾ നേരത്തെ ഇത് ഏറെക്കുറെ അപ്പറും മിഡും കൂടെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ തൈസും അതറിയാനുണ്ടല്ലോ, നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ചെയ്യാൻ നേരം, ഈ കിടന്നിട്ട് ഇത് ചെയ്യാൻ നേരം ലോവർ ടൈറ്റ് ആകും. അതിന് കിടന്നിട്ട് ഹാഫ് ചെയ്യാൻ നേരം അപ്പർ മാത്രം ടൈറ്റ് ആകും, ഇവിടെ മാത്രം. അത് കഴിഞ്ഞ് ആ സെറ്റുകളെല്ലാം തീർന്ന് നമുക്ക് മറ്റു ട്വിസ്റ്റുകളുണ്ട്. അന്നേരമാണ് നമ്മുടെ ഒബ്ലിക്സ് വർക്കാകുന്നത്. അത് 200 റെപ്പറ്റീഷനാണ്. സാരം ഞാൻ തുടങ്ങാം. ഈശ്വരാ കാല്
അപ്പം നമ്മളത് കഴിഞ്ഞു. അടുത്തത് അതായത് ലെഗ് റൈസ് കഴിഞ്ഞ് സൂപ്പർ സെറ്റാണത്. നമ്മൾ ഈ നിർത്തുന്നില്ല, 10 കഴിഞ്ഞ് 11 ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 12 13 14 അതായത് നമ്മളിവിടെ ഹിപ്സ് പൊക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്, ഇങ്ങനെ റൗണ്ട് ആകാൻ നേരം ബോഡി ഇങ്ങനെ റൗണ്ട് ആകാൻ നേരം ഇവിടുത്തെ ആപ്സ് ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി ഇങ്ങനെ അടയ്ക്കുകയാണ്. അപ്പോൾ ടൈറ്റ് ആകും അവിടെ. അയ്യോ വിലങ്ങി അങ്ങനത്തെ 4 സെറ്റ്. നമ്മുടെ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ ഇതാ എ ഡെഡ് മാൻ. അപ്പോൾ നമ്മൾ 3 വർക്കൗട്ട്, ഒരു സൂപ്പർ സെറ്റും പുള്ളി നീൻസും കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് സ്റ്റോപ്പില്ല, നേരെ ഇനി 200 റെപ്പറ്റീഷൻസ് ഒബ്ലീക്സ്. ഞാൻ ചെയ്യാൻ പോകുന്നത് സീറ്റഡ് ട്വിസ്റ്റ്. പിടി എന്നെ വീഡിയോ ഇട്, കൈ പിടിച്ചോണ്ട് എടുത്താൽ മതി. എന്നിട്ട് എണീക്കാൻ പറ്റുന്നില്ലേ? ഇവിടെയല്ല, ഞാൻ അവിടെ ചെയ്യുന്നത്, അവത്തല ചെയ്യുന്നത്. ഇപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്ന കോലിൻ്റെ ആവശ്യം. കണ്ണാടിയൊന്നും അടിച്ചുളക്കല്ലേ. എന്നെയാണോ വെച്ചേക്കുന്നത് അതോ നിങ്ങളെ തന്നെയാണോ? അപ്പോൾ നമ്മൾ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു ബാർ എടുത്ത് തുറത്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഗോളെന്ന് പറയുന്നത് സൈഡിലെ ഒബ്ലീക്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈ സൈഡിലുള്ള മറ്റേ വരവരകളില്ലേ, ആ സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ മാക്സിമം ഫോക്കസ് എന്ന് പറയുന്നത് നേരെ നോക്കി, നേരെ ഫേസ് ചെയ്ത് തല മാത്രം നേരെ വെച്ചിട്ട് നമ്മുടെ ബോഡി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഈ ഒബ്ലീക്സ് ഇവിടുന്ന് ടൈറ്റ് ആകും. അപ്പോൾ അവിടുന്ന് ഇത് വലിയും. അതുപോലെ തന്നെ ഈ സൈഡും. സാമ്പിൾ കാണിക്കാമൊന്നുമില്ല. 200 റെപ്പറ്റീഷന് ഒരു 10-20 റെപ്പറ്റീഷൻ കഴിയുമ്പോൾ ഓഫ് ചെയ്തോ കേട്ടോ. ആ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ലെഗ് എക്സ്റ്റൻഷൻ. നമ്മുടെ വയറിൻ്റെ അത്യാവശ്യത്തെ കഴിഞ്ഞു, അത്യാവശ്യമല്ല ഫുള്ള് കഴിഞ്ഞു, വയറിൻ്റെ ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ നമുക്ക് 2 ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലെഗാണ്. അത് റെപ്പ് കൂടുതലാണ്, ഒരു കാലിന് 25 റെപ്പാണ്. കേൾക്കുന്നുണ്ടല്ലോ, 25 റെപ്പ് 4 സെറ്റ്. ഞാനൊരു സാമ്പിൾ ആദ്യം കാണിക്കാം. സാമ്പിളല്ലേ തുടങ്ങിയേക്കാം. ആദ്യം വെയിറ്റ് കുറച്ചിട്ട് നോക്കട്ടെ, 11 കിലോ ചെറുതിട്ട് നോക്കാം. അതുപോലെ തന്നെ വെയ്റ്റ്സ് ഞാൻ ഭയങ്കരമായിട്ട് ലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ വെയ്റ്റ്സ് ഞാൻ ഭയങ്കരമായിട്ടും ലോഡ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനും ഈ വർക്കൗട്ട് ആദ്യമായിട്ടാണ്, പുള്ളിയും ഈ വർക്കൗട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു വെയിറ്റ് അസസ് ചെയ്യുകയാണ് ഈ ഒരാഴ്ച. എല്ലാ തവണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവറായിട്ട് പുഷ് ചെയ്യരുത്. ഫെയിലിയർ പോകണം എന്നും വെച്ച് എല്ലാ സെറ്റും ഫെയിലിയർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പം ഫെയിലിയർ മാക്സിമം പുഷ് ചെയ്യുന്ന രീതിയിൽ ഉള്ള വെയിറ്റുകൾ അസസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീക്ക് ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലം ഞാനപ്പം 11 ഇട്ടിട്ടുണ്ട്. ഇനി സിംഗിൾ ലെഗ് 25 റെപ്പ് 4 സെറ്റ് ഈച്ച് ലെഗ്. അപ്പോൾ നമുക്ക് ടൈം കളയാലും ഞാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ തന്നെ തൽക്കാലം ഒന്ന് പിടിച്ചേ. അയ്യോ അങ്ങനെ ആട്ടരുത്, വീഡിയോ ഓണ്. ഇടത്തെ കാലിന് മാത്രം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു കാലിനെ ഒളിപ്പിച്ച് വെക്കും. യു അണ്ടർസ്റ്റാൻഡ്? എന്നിട്ട് ഇതാരാ ഇത്ര ഇവിടെ കയറ്റിയിട്ടേ? ഇപ്പോഴാ കറക്റ്റായി. 1 2 3 4 പകപോക്കുകയാണല്ലേ. 9 10 11 12 13. ഇത് പണി പാടും. 14 15 16 17 18. ഇത് 4 സെറ്റാകുമ്പോൾ സുഖമാകും. 19 20 21 22 23 24
ഉയ്യോ. അതിലിടിച്ചു. അപ്പം നിങ്ങൾക്ക് അത്രയും പോലും വെയിറ്റ് വേണ്ടാന്ന് സാരം. 1 2 3 4. നിങ്ങളെവിടെ എടുക്കുന്നത്? ക്യാമറയൊക്കെ തിരിഞ്ഞ് ഇങ്ങ് വാ, അടുത്ത് വാ. കണ്ടോ എൻ്റെ സെറ്റിനെ നിങ്ങൾ നിർത്തിച്ച്. മാറുന്നില്ലേ? 6 7 8. സൂക്ഷിച്ച് നോക്കിയ സൈഡിൽ നിന്ന് കാണുന്നുണ്ടോ? കണ്ടോ വിറച്ച് പോകുന്ന കുറച്ച് ഫൈബറുകൾ. അത് നമുക്ക് ഫുള്ള് സെറ്റാക്കണ്ടേ? പുള്ളിയൊന്നും മിണ്ടാൻ പറ്റിയ മൂഡിലില്ല. അപ്പോൾ നമ്മുടെ സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞു. ഇനി അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതും പുറകിൽ ലെഗ് പ്രസിൻ്റെ മെഷീനുണ്ട്. ഇതും സൂപ്പർ സെറ്റാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 12 10 8 3 സെറ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യും, പുറകിൽ ആ മെഷീനേ ഇരുന്നു, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും. ഞാനിവിടുന്ന് കഴിയുമ്പോൾ തിരിച്ചിവിടെ വന്നിരുന്നു. അതായത് ഇപ്പം നമ്മൾ ചെയ്ത സിംഗിൾ ലെഗ് അല്ലേ, അതിന് വരെ 2 കാലം വെച്ചപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 കാലം വെച്ചത് 12 ചെയ്യും, എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ അവത്തേൽ 12 റെപ്പറ്റീഷൻ ചെയ്യും. സൂപ്പർ സെറ്റ്. വെയിറ്റ് വിട്ടൊരു 39 പിടിക്കാം. 39 12 റെപ്പറ്റീഷൻ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ 12-ന് ഒരു ഇൻറ്റൻസിറ്റിയും തോന്നുന്നില്ല. അപ്പോൾ വെയിറ്റ് കൂട്ടണം. 39. ഇനി ഇപ്പം തന്നെ അപ്പുറത്തോട്ട് പോകണം. ഇവിടെ വല്ല ഇരിക്കട്ടെ. അപ്പുറത്ത് വരുന്നു. ഇല്ല, അത് പോവും. ഇവിടെ ഇപ്പോൾ ഒരു 66. ഞങ്ങൾ രണ്ടും നല്ല രീതിയിൽ എക്സോസ്റ്റഡാണ്. മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നാളെ ജോലി ഉള്ളതുകൊണ്ട് എല്ലാം ഫിലിം ചെയ്യാനുള്ള ടൈമില്ല. പക്ഷേ ഈ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും അവധിയുള്ള ദിവസങ്ങളിൽ, കാരണം ഓരോ ആഴ്ചയും മിക്കപ്പോഴും അവധി പല ദിവസങ്ങളിലാണ്. ഇപ്പോൾ ഈ ആഴ്ച ഞായറാഴ്ച ആണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണല്ലോ എല്ലാ വർക്കൗട്ടും കവർ ചെയ്യാനൊരു ദിവസം വരും. അപ്പോൾ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് ഒരു സ്റ്റോപ്പ് പോലും ഇല്ലാതെ, കട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഫുള്ള് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അടുത്തത് ഇപ്പം ഞാൻ ലൈങ് ലെഗ് മെഷീനിൽ വന്നിട്ടുണ്ട്. ലൈങ് ലെഗ് മെഷീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സാധനം. മെഷീനൊന്നും കാണുന്ന പോലും ഇല്ല. അതുപോട്ടെ, ലൈങ് ലെഗ് മെഷീനും അതിൻ്റെ കൂട്ടത്തിൽ സൂപ്പർ സെറ്റായിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ. ഒന്ന് പിടിച്ചേ. ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു സാധനത്തെ കയറി കിടന്നിട്ട് മറ്റേ ബാക്കിന് വേണ്ടി നമ്മളിങ്ങനെ കിടന്ന് ഇങ്ങനെ പൊങ്ങുന്നൊരു സാധനമില്ല, ഇങ്ങനെ ചെരിഞ്ഞൊരു ഇംഗ്ലൈനെ ഇങ്ങനെ കിടന്നിട്ട്, അതിൻ്റെ തന്നെ നമ്മൾ ഇച്ചിരിയും കൂടി ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാംസ്ട്രിങ് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഉദ്ദേശം ഈ ഒരു മെഷീനിൽ, അതായത് ലൈങ് കേളിൽ നാക്കൊക്കെ കഴിഞ്ഞു പോകുന്നു. ലൈങ് കേളിൽ നമ്മൾ മാക്സിമം ഹാംസ്ട്രിങ്ങിൽ പ്രഷർ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ അപ്പുറത്ത് ചെന്ന് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര ഒരു സ്ട്രെച്ച് ഹാംസ്ട്രിങ്ങിൽ ഫീൽ ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി? അപ്പോൾ ഇത് ചെയ്യേണ്ടത്, നമ്മുടെ കാലിലെ
കാലിവിടെ കയറ്റി വെക്കുക, എന്നിട്ട് മുട്ട് ഈ ഒരു സീറ്റേ കയറി കിടക്കുക. ഇങ്ങനെ കൈ പിന്നെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. ചിലപ്പോൾ വീഴുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ഇപ്പം നമ്മളത് ചെയ്തതുകൊണ്ട് ഇവിടെ നല്ല പ്രഷർ കാണും. പക്ഷേ പേടിക്കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ തലയുടെ പുറകെ പിടിക്കുക. ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പോൾ ഇതാണ് നല്ലത്, തലയുടെ പുറകെ പിടിക്കുന്നതിലും. തലയുടെ പുറകെ പിടിക്കുന്ന കൂടുതലും നമുക്ക് ഈ വർക്കൗട്ട് രണ്ടെണ്ണത്തിന് ചെയ്യാം. ഒന്ന് ഇവിടെ ഒരു മസിലുണ്ട്, നമ്മുടെ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ നേരം ആക്ടിവേറ്റ് ആകുന്ന മസിൽ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാനാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് കയറി ഇച്ചിരി കിടന്നിട്ട് ഇങ്ങനെ മാക്സിമം ഇങ്ങനെ ബെൻഡായി ഇങ്ങനെ, അതായത് ഇങ്ങനെ വളഞ്ഞു പോരുത്, ഇങ്ങനെ തന്നെ മാക്സിമം ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇവിടുന്ന് വലിയും. ആ വലിവ് കൺട്രോൾ ചെയ്യുക. എവിടം വരെയാണോ ഇവിടം വരെ വലിവുള്ളൂ, പിന്നെ പോയാൽ എനിക്ക് വലിവില്ല. അവിടുന്ന് വരെ നൂർന്ന് വന്ന് കുണ്ടി ടൈറ്റാക്കുക. അപ്പം ഇത് നോക്കണം, 12. ചെസ്റ്റിൻ്റെ പമ്പെന്ന്, കാലിൻ്റെ പമ്പ് ലാസ്റ്റ് കാണിച്ചാൽ തരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും സ്റ്റിഫാണ്, എനിക്കത് ടൈറ്റാക്കി പിടിക്കാൻ പോലും പറ്റാത്ത പോലെ അതുപോലെ പമ്പായി പോയി. അപ്പോൾ നമുക്ക് ഇനി മിച്ചമുള്ള വർക്കൗട്ട് എന്ന് പറയുന്നത് എനിക്ക് സ്ക്വാട്ട് ചെയ്യാനുണ്ട്. അത് എറക്ട് സ്ക്വാട്ട് എന്ന് പറയുന്ന സംഭവമാണ്. എറക്ട് സ്ക്വാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മിക്ക ജിമ്മിലും ആ മെഷീൻസ് ഇതിപ്പോൾ കാണത്തില്ലായിരിക്കും. അപ്പോൾ അതിന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ്ട് ഈ ഒരു മെഷീൻ കണ്ടോ, ഇത് ഒരുമാതിരി നമ്മൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് സ്ക്വാട്ടും ചെയ്യാം. അതായത് ഫ്രണ്ടിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് മാക്സിമം ഇരിക്കുകയാണ്, അതായത് ക്വാഡ്സ് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സ്റ്റാൻഡിങ് കാഫ് റൈസും ഉണ്ട്, പിന്നെ ഒരു സൂപ്പർ സെറ്റാണ് ഡോങ്കി കാഫ് റൈസും സീറ്റഡ് കാഫ് റൈസും. ഇനി അങ്ങോട്ടുള്ളത് മിക്കതും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈം ഉണ്ടായിരിക്കത്തില്ല, കാരണം ഏറെക്കുറെ 7:30, എനിക്കൊരു 8 മണിയാകുമ്പോൾ തീർക്കണമെന്നാണ് ടാർഗറ്റ്, ഒരാഗ്രഹം. അങ്ങനെ തീർക്കുവാണെങ്കിൽ എനിക്ക് നാളത്തേക്കുള്ള ഒത്തിരി മീൽസ് എല്ലാം പ്രിപ്പ് ചെയ്ത് വെക്കാൻ ടൈം കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയൊരു അവധിയുള്ളൊരു ദിവസം ഞാൻ മാക്സിമം ഡീറ്റെയിൽഡായിട്ട് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ഓരോ മസിലും ആക്ടിവേറ്റ് ചെയ്യുന്നത്, കാലെങ്ങനെ വെക്കണം, കൈ എങ്ങനെ വെക്കണം, അങ്ങനത്തെ ഫോമുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ അരുമ ശിഷ്യൻ പുറത്തുനിന്ന് മുങ്ങി, അതുകൊണ്ട് പുള്ളിയും തിരിച്ച് വരുന്നിടം വരെ ചെറിയൊരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഞാനിപ്പം സ്ക്വാട്ട് ചെയ്യാൻ തുടങ്ങും 12:10. വന്നോ, ഞാനിപ്പം ക്യാമറ പറഞ്ഞോളൂ അരുമ ശിഷ്യൻ മുങ്ങിയെന്ന്. തൽക്കാലമേ വലിയ വെയിറ്റ് ഇല്ലാതെ എങ്ങനെ പോകുന്നു എന്നായി നോക്കട്ടെ. ഇങ്ങോട്ട് വാ. പുക പാറുന്നു. കേറ്. 12. വെയിറ്റ് കുറയ്ക്കണേ വേണേൽ കുറച്ച് നോക്കിക്കോ. ഞാനത് പോകുന്നില്ലയോ എന്നറിയാൻ വേണ്ടി കുറച്ചിട്ടോ. എത്രയാണ് 30. കാരണം ഇത് വെയിറ്റ് കുറച്ചിട്ടേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ക്വാഡ്സിനെ അടിച്ച് നശിപ്പിച്ചിട്ടേക്കുക, മാറത്തില്ല. 5. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് വന്ന് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ആദ്യം എടുത്ത് സ്ക്വാട്ട് ഇടുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ഇപ്പോൾ കുറയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ എഴുതിയിട്ടേക്കുന്ന വെയിറ്റ്സ് എല്ലാം നമ്മുടെ ഒരു ഊഹമാണ്. ലൈക്ക് ഇതായിരിക്കും നമുക്ക് ഫെയിലിയർ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞ് അത്രയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ആ ഒരു റേഞ്ചാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല, കുറച്ചും കൂടെ കയറ്റാം. ഞാൻ തൽക്കാലം അടുത്തത് ഞാൻ 15 കൂടുതൽ 2 5 കൂടും. അപ്പം 20 40 ആകും. ഇപ്പം 30 കിട്ടുന്ന 40 കിട്ടും. ഫുള്ള് പൊങ്ങണ്ട, മുട്ടിക്കല്ലേ ഫുള്ള് പൊങ്ങണ്ട, മുട്ട ഫുള്ള് നൂർത്തണ്ട. കുറച്ചും കൂടെ പൊങ്ങാം കേട്ടോ. അത് നൈസ്.